ഒരു വീട്ടിലെങ്കിലും ഒരു ബുക്ക് വേണമെന്നാണ് ഈ ഒരു ബുക്ക് വേണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാതെ നമ്മളുടെ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെയാണ് ഓരോ കുട്ടികളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ ഒരു വിപരീതങ്ങളുടെ വിസ്മയം എന്ന ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ പോരായ്മകളും. അതിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളും സാധാരണ രീതിയിലേക്ക് തന്നെ വളർന്നു വരും. നമ്മുടെ കുട്ടികളുടെ ലോകം മനോഹരമാണെന്നാൽ ആ ലോകത്തെ തിരിച്ചറിയാനും അവർക്ക് ശരിയായ കൈത്താങ്ങ് നൽകാനും പ്രത്യേകമായ കരുതലുകൾ ആവശ്യമാണ്. വ്യത്യസ്തരായ കുട്ടികളുടെ പഠനത്തിനും പരിശീലനത്തിനുമായി നിലകൊള്ളുന്ന ആർദ്ര ഫൗണ്ടേഷന്റെ കരുത്തായ ഷബീദയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ആർദ്ര ഫൗണ്ടേഷന്റെ ഡയറക്ടറും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും റെമിഡിയൽ എഡ്യൂക്കേറ്ററുമായ ഷബീദയാണ് ഇന്ന് ടോക്ക് വിത്ത് ചായ്പിൽ നമ്മോടൊപ്പം. ഇപ്പൊ ആർദ്രയുടെ തുടക്കം എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ഇപ്പൊ എത്ര ഇയർ ആയിട്ടുണ്ടാവും ഈ ഒരു ഫീൽഡിൽ? ആർദ്ര ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 8ാമത്തെ വർഷമാണ്. ഈ മാർച്ചിലേക്ക് 8 വർഷം കംപ്ലീറ്റ് ആവും. പിന്നെ ആർദ്ര തുടങ്ങാനുള്ളൊരു കാരണം എന്നുള്ളത് ഈ പഠന പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രയാസങ്ങളും നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിലാണ് ഇങ്ങനൊരു ഇടത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് സാധാരണ ജീവിതം നയിക്കുന്ന പല മനുഷ്യരുടെ ഉള്ളിലും ഈ പഠന പ്രശ്നങ്ങളെ കൊണ്ട് അവരുടെ വീട്ടിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് പഠന വൈകല്യം എന്നുള്ളത്. അപ്പം അത്തരം കുട്ടികളുടെ അമ്മമാർക്ക് എന്താ ചെയ്യണ്ടേ, അമ്മമാരും രക്ഷിതാക്കളും മാതാപിതാക്കൾക്ക് എന്താ ചെയ്യേണ്ടത്, എവിടെയാ പോകേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. ഈ കുട്ടികളെ ആണെങ്കിൽ വളരെ നോർമലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നന്നായി ചെയ്യാൻ പറ്റും, കാരണം അവരുടെ ബുദ്ധിശക്തിയിൽ യാതൊരു വ്യത്യാസമല്ല. അതായത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക, ഇപ്പോ ഏത് പ്രായത്തിലാണ് നമുക്ക് അവരെ? ഇത് നമുക്കൊരു 3 വയസ്സ് മുതലുള്ള അവരുടെ പല വളരെ ക്ലോസ് ആയിട്ട് കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. സ്പീച്ച് ഡിലേ പോലെയുള്ള കാര്യങ്ങളും ഇത്തരം പഠന പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ കുട്ടിയുടെ ഇപ്പം ഈ ഹോൾഡിങ്, ഇപ്പൊ ഗ്ലാസ് ഒക്കെ ശരിക്ക് പിടിക്കാനൊക്കെ പറ്റണില്ല. ഒരു 3 വയസ്സായ കുട്ടി ഹോൾഡ് ചെയ്ത് അതൊക്കെ പറ്റണില്ലെങ്കിൽ ആ കുട്ടിക്ക് എഴുതാനുള്ള പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട്. ഭക്ഷണം പ്രോപ്പറായിട്ട് വാരി കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ അപ്പം ആ ഒരു കോർഡിനേഷന്, കാരണം കണ്ണും കൈയും തമ്മിലൊക്കെ ഒരു, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി സ്കൂൾ പീരീഡൊക്കെ ആയി കഴിയുമ്പോൾ ഇവര് ശരിക്കും ക്ലാസ്സിലിരിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടാവും. അതുപോലെ ഒപ്പമുള്ള കുട്ടികൾ വായിച്ചു പോണ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ അവർക്ക് ഒപ്പം പിടിക്കാൻ പറ്റണല്ലോ. പക്ഷേ ക്ലാസ്സിലെ കുട്ടികളെക്കാൾ ബാക്കി ആക്ടിവിറ്റീസിൽ ഇവര് ഒരു പടി മുന്നിലായിരിക്കും. കാരണം നോർമലി പറയണത് ഇത്തരം കുട്ടികളുടെ IQ എന്ന് പറയണത് 110 110 അല്ലെങ്കിൽ അതിന്റെ മേലെ ഉണ്ടാവും. ആവറേജ് ഓർ എബവ് ആവറേജ് IQ ഉള്ള കുട്ടികളിലാണ് ലേണിംഗ് ഡിസോർഡർ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണോ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത്? ഹൈപ്പർ ആക്ടിവിറ്റി വേറെ. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ADHD ആണ്. അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതിൽ പല കണ്ടീഷൻസ് ഉണ്ട്. ചില കുട്ടികൾക്ക് വെറും ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമായിരിക്കും, അതെങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. മുഴുവൻ സമയം ചലിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അവർക്കൊരു സ്ഥലത്ത് ഒതുങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരെ പഠനത്തെ വളരെയധികം ബാധിക്കും. ഇപ്പൊ ചില ഈ ലേണിംഗ് ഇഷ്യൂസ് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഒപ്പം വേറെ കുറെ കണ്ടീഷൻസ് ഉണ്ടാവും. അതിലൊരു കണ്ടീഷനാണ് ഈ ADHD എന്നുള്ളത്. ADHD ഉള്ള മെജോറിറ്റി കുട്ടികളിലും ഈ ലേണിംഗ് ഇഷ്യൂസ് കാണും. കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. ഈ അറ്റൻഷൻ തീരെ ഉണ്ടാവില്ല. അതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റിയും പോലെ ഈ ചില കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒപ്പം ഇമ്പൾസിറ്റി ഉണ്ടാവും. അതായത് എന്താ പറയുക, വിവേകം ഇപ്പോൾ ഈ പാരപ്പറ്റിന്റെ മേലെ കൂടെ നടക്കുക, റോഡൊക്കെ ശ്രദ്ധിക്കാതെ വരുന്ന ഹൈവേയിലൊക്കെ അങ്ങോട്ട് അവര് ക്രോസ് ചെയ്ത് ഓടും. അങ്ങനത്തെ എനിക്ക് എന്തെങ്കിലും
പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇമ്പൾസീവായിട്ട് ചെയ്യുക. ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും അറ്റൻഷൻ ഡെഫിസിറ്റും എല്ലാം കൂടി വരുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും പാരന്റ്സും കുട്ടികളും ഒക്കെ. ഇപ്പൊ നമ്മൾ ഈ ഒരു എന്താ പറയാ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാറാൻ ചാൻസ്? ഇതൊരു ലൈഫ് ലോങ് നമ്മൾ ഇതിന്റെ വൺ ഓർ അനദർ അവസ്ഥ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ ഇത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊരു ക്യൂർ ആവുന്ന ഒരു അവസ്ഥ ഇല്ല ഇതിന്. ഇത് ക്യൂർ ആവില്ല, പക്ഷെ ഇത് വണ്ടർഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പൊ സെയിം അവസ്ഥയിലൂടെ നിങ്ങൾ വന്നെന്നല്ല പറഞ്ഞത്. അപ്പൊ അത് എത്രത്തോളം, അത് ഏത് പ്രായത്തിലായിരുന്നു നിങ്ങൾക്ക് അത്? എനിക്ക് അതായത് ഇതിലല്ലേ ആർദ്രയുടെ, അപ്പൊ എനിക്ക് വേറൊരു ചോദ്യം കൂടി ഓർമ്മ. ആർദ്രയുടെ തുടക്കത്തിനും അതൊരു കാരണമാണ്. കാരണം നമുക്കൊരു ചെറിയ ചൈൽഡ്ഹുഡിൽ തന്നെ ഇപ്പൊ ഒരു 5 years മുതലേ 3 years മുതൽ തന്നെ നമുക്കൊരിത് മനസ്സിലാവും. പിന്നെ പഠിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ പഠനത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാവും. ഒരു 5 വയസ്സിന് ശേഷമൊക്കെ ഇത് മനസ്സിലായി കഴിഞ്ഞാല് ഈ 5-10 വയസ്സിനുള്ളില് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാല് സാധാരണയുള്ള കുട്ടികളോടൊപ്പം, അതായത് നോർമൽ നമ്മൾ പറയപ്പെടുന്ന ഈ കുട്ടികളുടെ ഒപ്പം, ഒരുപക്ഷെ അതിനൊക്കെ ഒരു പോയിന്റും കൂടെ മേലെ വേണമെങ്കിൽ ഈ കുട്ടികൾ പെർഫോം ചെയ്യാൻ പറ്റും. ഇവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല. അതായത് ഇപ്പം വായിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ കണക്ക് മനസ്സിലാവാത്ത പ്രയാസമൊക്കെ ആയിരിക്കും. അതിനർത്ഥം പഠിക്കാൻ പറ്റണില്ല എന്നല്ല, ഇവരുടെ രീതികൾ വ്യത്യസ്തമാണ്. അതായത് ഇപ്പം എല്ലാവർക്കും ഉള്ള രീതിയിൽ കൂടി ഇവർ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നതാണ് അവരുടെ പ്രയാസം. അപ്പൊ ആ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇവര് കാര്യങ്ങളോ പെട്ടെന്ന് പഠിച്ചെടുക്കും. അന്ന് നിങ്ങൾ ഇതുപോലെ നോർമൽ സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചിട്ട്? അതെ, അതില് എന്റെ ഗ്രാൻഡ് മദർ ആണ്. എന്റെ ഗ്രാൻഡ് മദർ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പൊ അവര് ആണ് എന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാന് അതത്ര ഇതാവാതെ, കാരണം എന്നെ കൊണ്ട് ഞാൻ നല്ല ഓഡിറ്ററി ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. എനിക്കൊരു കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ കേട്ട് പഠിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അപ്പൊ എന്നെ കൂടെ എഴുതി അങ്ങനെയൊക്കെയാണ് അവര് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അവര് തന്നെ അങ്ങനെ എന്റെ മമ്മി എന്നാണ് എന്റെ ഗ്രാൻഡ് മദറിനെ ഞാൻ വിളിക്കുക. അപ്പൊ അവരുടെ സപ്പോർട്ട് ആ കാലഘട്ടത്തില് നന്നായി ഉള്ളത് കൊണ്ട് ഞാനത് കവർ ചെയ്ത്. പിന്നെ ഞങ്ങൾ കുറെ പേർക്ക് ഉണ്ട് ഫാമിലിയില് ഇതിനൊരു ജനറ്റിക് ഇതും കൂടെ ഉണ്ട്. ജനറ്റിക്കലി ഇങ്ങനെ വരുന്നൊരു അവസ്ഥയുണ്ട്. ലേണിംഗ് ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടാവും. നമ്മളുടെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഫാദറിനോ മദർ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് ആ വീട്ടില് ഇത് ഉണ്ടാവും. അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ജനറ്റിക് ആണെന്ന്, അപ്പൊ ഇത് കറക്റ്റ് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ തന്നെ ആവുമല്ലോ ഇപ്പൊ പഠിത്തവും കാര്യങ്ങളൊക്കെ? അത് എല്ലാവർക്കും ഒരേ രീതി എന്ന് പറയാൻ പറ്റില്ല. പലരും പല രീതിയിലാണ്. ഇപ്പം ഞങ്ങളുടെ കേസിൽ ഞാൻ ഓഡിറ്ററി ആണെങ്കിൽ എന്റെ മകന് വിഷ്വലായിട്ടാണ് ഇത് വരാ. അപ്പൊ അത് അങ്ങനെ എങ്ങനെയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോഴത്തെ. പക്ഷെ അത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, വിസ്മയം, വിപരീതങ്ങളുടെ വിസ്മയം. ഈ ഒരു ബുക്ക് ഉണ്ടാവാനുള്ള ഒരു റീസണും കൂടെ ഉണ്ടാവുമോ? അല്ലെ എന്തായിരുന്നു? ഞാൻ അത് വായിച്ചിരുന്നു. ഒരു അമ്മയും മകനും ഉള്ളൊരു കഥ പോലെ നിങ്ങളുടെ ലൈഫാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനും ഒരു തുടക്കം എത്ര നാളത്തെ ഒരു ഇതായിരുന്നു ഈ ഒരു ബുക്ക് എന്നുള്ളത്, ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? ബുക്ക് എന്നുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടായതാണ്. മനസ്സിലിങ്ങനെ ഓരോ ഇൻസിഡന്റും ഇങ്ങനെ കിടക്കണത് കാരണം ബുക്ക് പെട്ടെന്ന് എഴുതി തീർന്നൊരു പുസ്തകം. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മകന്റെ വിജയമാണെന്ന് പറയാൻ പറ്റും എനിക്ക് പുസ്തകം എഴുതാനുണ്ടായ നിമിത്തം. അതില് ഞങ്ങളുടെ വിജയം ഒരു പ്രതീക്ഷയാണ്. ഇത്തരം അവസ്ഥകൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ ഉള്ളില് ശരിക്കും വല്ലാത്ത നീറ്റലാണ്. കാരണം പഠിക്കാതെ മിനിമം കാര്യങ്ങൾ അറിയണ്ടേ. അതായത് ഒരുപാട് പഠിക്കുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും ഒക്കെ വേണ്ട ഒരു മിനിമം ഇതുപോലും പഠിക്കാൻ പറ്റാത്ത ധാരാളം കുട്ടികളുണ്ട്. പിന്നെ എത്ര സമയം സ്പെൻഡ് ചെയ്താലും എങ്ങനെ പഠിപ്പിച്ചാലും അവർക്ക് മനസ്സിലാവുണ്ടാവില്ല. അപ്പൊ വായിക്കാൻ നമ്മളിപ്പോ എത്ര വായിപ്പിക്കാൻ ആ കുട്ടിയുടെ രീതിക്കല്ല പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എത്ര ദിവസം ഇരുന്ന് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ പല അമ്മമാരും ഇങ്ങനെ കെട്ടുകണക്കിന് ബുക്കായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരിക.
ഇത്രയൊക്കെ ഇവനെ പഠിപ്പിച്ചതാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ആൽഫബറ്റ്സ് എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വേറെ, അപ്പൊ നമുക്കത് എളുപ്പമാണ്, ഈ രീതിയല്ല വേണ്ടതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാനാവും. മറ്റൊരു രീതിയിലാവുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും. ഇത്രയും ഒരു വർഷം കൊണ്ട് പഠിക്കാത്ത പല കുട്ടികളും 10 ദിവസം കൊണ്ട്, നമ്മുടെ ഒരു ട്രെയിനിങ് പീരീഡ് 10 ദിവസം കൊണ്ടൊക്കെ ആൽഫബറ്റ്സ് ഒക്കെ നന്നായി റെക്കഗ്നൈസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയാ, ഒരു ട്രെയിനിങ് ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണോ, അതോ ഓൾറെഡി ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെയാണ് ഈ പിള്ളേരെ പഠിപ്പിക്കുക? അതില് നമുക്ക് അങ്ങനെ ഇത്തരം കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കാന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം എല്ലാ കുട്ടികളും യൂണിക്കാണ്. അതായത് ഇപ്പം ലേണിംഗ് ഡിസോർഡറിൽ ഇപ്പം നമ്മള് റീഡിങ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടിയാന്ന് വിചാരിക്കുക. ആ റീഡിങ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടിക്ക് എല്ലാവർക്കും ഒരേ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പനി വന്നാൽ നമ്മള് പാരസെറ്റമോൾ കൊടുക്കുകയാണ് ചെയ്യാദ്യം, അതുപോലെ ചെയ്യാന് പറ്റില്ല. കാരണം ആ കുട്ടിയുടെ വേറെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം നമ്മള് ഏത് രീതിയിൽ വേണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. ഇപ്പൊ ബുക്സിന് അവാർഡൊക്കെ കിട്ടിയ സന്തോഷത്തിലാണല്ലോ, പോയിരുന്നോ? ഇത് എപ്പോഴാണിത്? 1-ാം തീയതി ആയിരുന്നു അവാർഡ് കിട്ടിയത്, സ്വീകരിച്ചത്. സത്യജിത്രയുടെ ഗോൾഡൻ പെൻ ബുക്ക് അവാർഡ്. അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതി, അതേപോലെ തന്നെ ഒരു ആർദ്ര ഫൗണ്ടേഷൻ നടത്തി വരുന്നു. എന്ത് മെസ്സേജാണ് ഈ ഇതുപോലെയുള്ള ഡിസബിലിറ്റി അനുഭവിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിന് കറക്റ്റായിട്ട് ഇതാണ് വേന്ന് പറയാൻ പറ്റുന്ന ഒരു എന്താണ് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? ഈ പുസ്തകവും ആർദ്ര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു, ഞാൻ ആദ്യം എല്ലാവരോടും പറയാം, ഒരു മെസ്സേജ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതീക്ഷയുണ്ട് എല്ലായിടത്തും. നമ്മളുടെ ബുക്കിന്റെ പേര് തന്നെ വിപരീതങ്ങളുടെ വിസ്മയം എന്നാണ്. നമ്മുടെ എല്ലാ ദിവസവും കടന്നു പോകുന്നത് ഒരുപാട് വിപരീതങ്ങൾ കൂടെയാണ്. അതായത് ഇരുട്ട്, പകല്, സന്തോഷം, വിഷമം, അങ്ങനെ ഒരുപാട് വിപരീതങ്ങളാണ് നമ്മുടെ ജീവിതം. ഈ വിപരീതങ്ങളുടെ ഇടയിൽ ഒരു വിസ്മയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയാന് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ അവാർഡ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക്. പിന്നെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളില് ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരാം. അപ്പൊ അങ്ങനെ ഒരു ഇടം അവിടെ ഉണ്ട് എന്നുള്ളത് ലോകത്തിനോട് പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഇത്തരം അമ്മമാരുടെ വിഷമം എന്നുള്ളത് പക്ഷെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ സാധാരണ കുട്ടി സാധാരണ ജീവിതമാണ്. പക്ഷെ ഇത്തരം പാരന്റ്സിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിള് നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞിട്ട്, പിന്നെ അതിന്റെ ഇവര് സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും എല്ലാം നേരിടുന്ന കുറെ അവഗണനകളുണ്ട്. അപ്പം അതൊക്കെ ആസ് എ പാരന്റ്, ആസ് എ ചൈൽഡ് വളരെയധികം ട്രോമ ഉണ്ടാക്കണ, മനസ്സിൽ വല്ലാത്ത ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഇതും ഇവരുടെ വല്ലാത്തൊരു വെല്ലുവിളിയാണ്, കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള ബുള്ളിങ്ങും എല്ലാം. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല് ഇവരായിരിക്കും വണ്ടർഫുൾ കുട്ടികളായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ ഇതിനെ മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളിൽ ഇപ്പം 1 വയസ്സാകുമ്പോ 1 വാക്ക്, 2 വയസ്സാകുമ്പോ 2 വാക്ക്, 3 വയസ്സിൽ 3 വാക്ക് എന്നാണ് പറയാ. ഇത്തരം ഒരു അവസ്ഥ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ലേണിംഗ് ഡിസബിലിറ്റി, സ്പീച്ച് ഡിലേ ആണല്ലോ അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അതെല്ലാം ഉണ്ടാവും. പിന്നെ ഇപ്പൊ ചില കുട്ടികളൊക്കെ പറയും എനിക്ക് കുറെ വേണമെന്നുള്ള, എനിക്ക് 10 എണ്ണം വേണം, അല്ലെങ്കിൽ 5 എണ്ണം വേണം. അത് പ്രിസൈസ് ആയിട്ട് ഇത് 4 എണ്ണം വേണമെന്ന് 5 എണ്ണം. അപ്പൊ അവർക്ക് ആ ഒരു നമ്പർ കോൺസെപ്റ്റ് കിട്ടണില്ല എന്നുള്ളത് മനസ്സിലാവും. എല്ലാം ഇങ്ങനെ ശങ്കിക്കണം എന്നല്ല, അതുപോലെ തനിയെ ഭക്ഷണമൊക്കെ ഒരു പ്രോപ്പറായിട്ട് ഇങ്ങനെ വാരി കഴിക്കാതെ, ഗ്ലാസ് പിടിക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയാ, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ബട്ടൺസ് ഇടാൻ പറ്റാതിരിക്കുക, സിബ് കെട്ടാതെ, അതുപോലെ അവരുടെ മുടി ചീവുക, ഡ്രസ്സ് ഇടുക, ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റണില്ലെങ്കിലൊക്കെ ഇത്തരം ഒരു അവസ്ഥ മുന്നിൽ ഉണ്ടായേക്കാവുന്ന നമ്മള് കാണണം. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം 5 വയസ്സൊക്കെ നമ്മൾ മുതൽ പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പൊ അവിടുത്തെ കുട്ടികളുടെ ഒപ്പം എത്തണില്ലെങ്കിൽ, കാരണം ഇപ്പൊ ഇങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് കുട്ടി ഒരു 2 ഇതാകുമ്പോഴത്തേക്കും കൂടി ക്ഷീണിച്ച് മയങ്ങി പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ അവർക്ക് വേണ്ട കളർ തന്നെ ചെയ്യിപ്പിക്കല്ല, അവിടെ ഫൈൻ മോട്ടോർ സ്കില്ല് ആയിരിക്കും വീക്കായിട്ടുണ്ടാവുക ചിലപ്പോൾ ചില കുട്ടികളിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ ആയിരിക്കാം. അപ്പൊ അതേതാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട
പ്രാക്ടീസുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ 8ലേക്ക് കൊണ്ടുവരാൻ പറ്റുക. പിന്നെ ഇപ്പം സംസാരിക്കുമ്പോൾ ഇപ്പം ഒരു കാര്യം, പിന്നെ ഇവർക്ക് കൂടുതലും ലേണിംഗ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഒരു എവിടെ പോയി എന്നുള്ളതിന് എല്ലാതും പറയും, പക്ഷെ എവിടേക്ക് പോയി എന്നുള്ളത് കേൾക്കണ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ എല്ലാം തിരിച്ച് മിറർ റൈറ്റിംഗ് എന്ന് പറയാം, കണ്ണാടി നോക്കിയാലേ നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ, തിരിച്ച് എഴുതിക്കൊണ്ടിരിക്കും. അതുപോലെ ഇപ്പൊ പിയും ഡിയും ഒക്കെ ബിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെഴുതില്ലേ, അതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഇതായിട്ട് നമുക്ക് ഒരു എന്താ പറയാ, ഒരു കാരണം എന്നല്ല, ഒരു നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അതൊക്കെ, ഇങ്ങനെ ഏത് ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇത്രയും നേരം നമ്മോട് ആർദ്ര ഫൗണ്ടേഷന്റെയും അതേപോലെ തന്നെ ഷെബിദത്തയുടെയും വിശേഷങ്ങളാണ് പങ്കുവെച്ചത്. ഒരുപാട് കുട്ടികൾ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എന്താണ് ഒരു കുട്ടിക്ക് സംഭവിക്കുന്നതെന്നും അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ഒരു പാരന്റ്സിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിന് ചെറുതിലെ കണ്ടെത്തി നമ്മളൊരു കറക്റ്റ് റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കുട്ടീനെയും നമുക്ക് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിശേഷങ്ങൾ പങ്കുവെച്ചു, ഞങ്ങളെ കൂടെ നന്ദിയുണ്ട്. അതേപോലെ തന്നെ ആർദ്ര ഫൗണ്ടേഷൻ പുനയൂർക്കുളത്തുണ്ട്. നിങ്ങൾക്ക് എന്ത് ഒരു സംശയങ്ങൾക്കും ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്.